പിന്നീട് ഷൂട്ടിംഗ് തുടങ്ങിയതോടെ ദിവ്യയ്ക്ക് നവീനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. അവർ രണ്ടുപേരും നല്ല അടുപ്പത്തിലാവുകയും ചെയ്തു. ഒരു ദിവസം ദിവ്യ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ദിവ്യയെ പെണ്ണുകാണാൻ അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ വരുൺ വന്നിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. നിന്നെ കാണാൻ ഒരു സിനിമ ഹീറോയിനെപ്പോലെ ഉണ്ട് എന്ന് ആ പയ്യൻ പറഞ്ഞപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമല്ല എന്നു പറഞ്ഞ് ദിവ്യ ആ സംസാരം മാറ്റി. കുറച്ചുകഴിഞ്ഞ് അവർ പോയപ്പോൾ വരുൺ നല്ല പയ്യനാണ് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് ദിവ്യ അവരോട് പറഞ്ഞു. മോളുടെ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി എന്നു പറഞ്ഞ് അവർ അവിടെ നിന്ന് റൂമിലേക്ക് പോയി. അപ്പോൾ തന്നെ നവീൻ ദിവ്യയെ വിളിക്കുകയും ദിവ്യ പെണ്ണുകാണലിന്റെ കാര്യം പറയുകയും ചെയ്തു. എനിക്ക് നാളെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ദിവ്യ ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് ഷൂട്ടിംഗ് സമയത്ത് വരുണും സിനിമയിൽ അഭിനയിക്കാൻ വന്നിരുന്നു. വരുണിനെ കണ്ടതും ദിവ്യ ഞെട്ടിപ്പോയി. ഷൂട്ടിംഗ് കഴിഞ്ഞതിനുശേഷം താൻ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം വീട്ടിൽ പറയരുതെന്ന് വരുൺ ദിവ്യയോട് പറഞ്ഞു. തിരിച്ചും തന്റെ കാര്യം വീട്ടിൽ പറയരുതെന്ന് ദിവ്യയും പറഞ്ഞു. അവർ സംസാരിക്കുന്ന സമയം അവിടേക്ക് നവീൻ വരികയും ഇന്നലെ പെണ്ണുകാണാൻ വന്ന വരുൺ തന്നെയാണ് ഇത് എന്ന് ദിവ്യ പരിചയപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ടതും നവീന് ആകെ വല്ലാതെയായി. നവീൻ അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, നീ സിനിമയിൽ ശ്രദ്ധിക്ക്, ഇതെല്ലാം നിനക്കിപ്പോൾ ആവശ്യമുള്ള കാര്യമല്ല. പിറ്റേന്ന് നവീന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട ദിവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ അധികം മൈൻഡ് ചെയ്യാതെ നവീൻ അവിടെ നിന്ന് പോകുന്നു. അത് ദിവ്യയെ വല്ലാതെ വിഷമിപ്പിച്ചു.